ഹലോ, നമസ്കാരം. നഗരത്തിൻ്റെ ബഹളത്തിൽ നിന്നും മാറി പ്രകൃതിയോടും പാരമ്പര്യത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ലക്ഷറി വെഡിങ് ഡെസ്റ്റിനേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ ടാമറിൻ ട്രീ ഇസ് എ പെർഫെക്റ്റ് ലൊക്കേഷൻ. നമ്മുടെ ബാംഗ്ലൂർ കനകപുര റോഡിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഏകദേശം 5 ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു ഹെറിറ്റേജ് എസ്റ്റേറ്റ് ഒരു ട്രഡീഷൻ ആൻഡ് റോയൽ ടച്ച് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇടം തന്നെയാണ്. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്ന എല്ലാ സ്പോട്സും അവിടെയുണ്ട് കേട്ടോ. ഇവിടെ ഹൽദി ആണെങ്കിലും മെഹന്തി ആണെങ്കിലും അതുപോലെ സംഗീത്, ഈവൻ വെഡ്ഡിങ്, മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ റിസപ്ഷൻ, അതല്ലാതെ തന്നെ ചെറുതായിട്ട് നടത്തുന്ന ചെറിയ ചെറിയ ഇൻറ്റിമേറ്റ് ഫങ്ഷൻസും അങ്ങനെയൊക്കെ നടത്താൻ പറ്റുന്ന എല്ലാ സ്പോട്സും വളരെ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ വന്നത് എൻ്റെ നീസിൻ്റെ റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈവനിങ് ആണ് ഫങ്ഷൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ നാട്ടിൽ നിന്ന് ഏർലി മോർണിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇവിടെ വന്നു, അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു ഇതിനു വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നതേ ഉള്ളൂ. ഈ ഒരു പോണ്ട് ശരിക്കും വളരെ എന്താ പറയുക, നല്ല രസമാണ്. ഞാൻ ആ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഓർത്തു പോയി. മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ അത്. നമ്മുടെ ഈ ഫങ്ഷൻ തീം എന്ന് പറയുന്നത് കാൻഡിൽസ് ആൻഡ് ഫ്ലവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ കോർണറും ശരിക്കും എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് തരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിനിടയിൽ, അതായത് കാട്ടിനുള്ളിലുള്ള ഒരു ഫങ്ഷനായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നും. അതുപോലെ നാട്ടിലെത്തിയൊരു ഫീലാണ് കേട്ടോ. അതിനെ ഞങ്ങൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കാണുന്ന ശരിക്കും ഒരു നാട്ടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ വന്ന് ഉറക്കമൊക്കെയാണ്, ശരിക്കും ഏർലി മോർണിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റൂംസൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള റൂംസും അതുപോലെ തന്നെ ഇപ്പം നല്ല വില്ലാസും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. അത് മാത്രമല്ല, ഇവിടെ ഒരു ചെറിയൊരു ഇപ്പം നമ്മുടെ ഈ വെഡ്ഡിങ്ങൊക്കെ നടത്തുമ്പോൾ ഒരു പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അങ്ങനെ ഒരു ചെറിയൊരു സ്പോട്ട് കൂടെ ഞാൻ കണ്ടു കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ ഒരു സ്പെഷ്യൽ വില്ലയാണ്. അപ്പോൾ 1-2 വില്ലയുടെ ഉൾവശം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ ട്രഡീഷണലായിട്ടുള്ള വില്ലാസാണ്. അപ്പോൾ അതിനകത്തുള്ള വാഷ്റൂം ഏരിയ ആണെങ്കിലും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ. നമ്മളവിടെ ഒരു ദിവസം ഞാൻ ഫുൾ അവിടെ ഒരു ദിവസം താമസിച്ചു. അങ്ങനെയാണ് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ തിരിച്ച് വന്നത് കേട്ടോ. അത്ര വരെ ഇവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഈവനിങ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ആ ഒരു വൈബിലോട്ട് മാറി കേട്ടോ. എന്തായാലും ഇതിലൂടെ കൂടുതൽ കാഴ്ചകൾ ഞാൻ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കേരള സ്റ്റൈൽ ഫുഡാണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അല്ലാതെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെങ്കിൽ അങ്ങനെയുള്ള പല ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, റിലാക്സ്ഡ് ആയിട്ട് നമ്മളൊരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം അത്രയും നല്ല ഒരുപാട് നമ്മുടെ എല്ലാ ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെ അടുത്തും സംസാരിച്ചും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ദിവസമായിരുന്നു ശരിക്കും അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത്. മാത്രമല്ല എന്താ പറയുക, നഗരത്തിൻ്റെ ആ ഒരു തിക്കും തിരക്കും ഒന്നുമില്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ മാത്രമുള്ള ആ ഒരു സ്പേസിൽ ശരിക്കും എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ആഘോഷവും നമ്മൾ അവിടെ വെച്ച് തന്നെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. Don't know if I can find my way out. I'm
stuck in a prison of doubt. In this tiny shell, and everything is growing up tight. There's no room to breathe. നമ്മുടെ റിസപ്ഷൻ മെയിൻ വെന്യൂ ഇവിടെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എന്താ പറയുക, ഡെക്കറേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് ഞാൻ കാണിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് ആ ഒരു വൈബ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ടുവേർഡ്സ് എൻഡിൽ ആ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള എന്താ പറയുക, നമ്മുടെ ആ വില്ലായും മറ്റുള്ള ഇതിൻ്റെ ലൊക്കേഷൻസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ആണ് ഒരു മെയിൻ വില്ലായുടെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് വൺ ഓഫ് ദ മെയിൻ വില്ലയാണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് തന്നെ ഒരു ചെറിയൊരു വാട്ടർ ബോഡി, ഒരു ഫൗണ്ടനൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വില്ലയാണ്. പിന്നെ വേറെ അതിനടുത്ത് തന്നെ ഒരു ചെറിയൊരു പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഡെയിലി അവർ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരുന്ന സമയത്ത് അവിടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഇപ്പം പൂജയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്യുന്ന വെഡ്ഡിങ്ങൊക്കെ ആണെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ഇത് നോക്കി ഇത്തിരി നല്ല രസമുള്ള സ്ഥലം. ത്രൂ ഔട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഞാൻ കുറച്ച് ഏറെ സമയം തന്നെ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു മെയിൻ വില്ലയിലെ കാഴ്ചകൾ. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കൂടെ ഉണ്ട്. അവിടെ ഒരു കിച്ചൺ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആ ഒരു ബെഡ്റൂം. പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ആൻഡ് വാഷ്റൂം. അതൊക്കെയെന്ന് വെച്ചാൽ ഒരു പഴയ കാലത്തിൻ്റെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഓപ്പൺ സ്പേസ് കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയും പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഏരിയ. ഓൾസോ നമ്മളെ ആ ഒരു എന്താ പറയുക, നാട്ടിൻ പുറത്തൊക്കെ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനുള്ളിലേക്ക് കയറിയപ്പോൾ. ഈവൻ ഔട്ട് സൈഡ് ഓൾസോ അങ്ങനത്തെ ഒരു ഫീൽ തന്നെയാണ്. കാരണം ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു നഗരത്തിൻ്റെ ആ ഒരു ഒച്ചയോ ബഹളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഒത്തിരി കിളികളും ഒക്കെ ഉണ്ട്. കാരണം അതെന്ന് വെച്ചാൽ നാച്ചുറലി തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. Don't know if I can find my way out. In this tiny shell.
reaching out, I'm reaching you. The water is rising over me. The water is rising. It's coming. I'm reaching out, I'm reaching you. The water is rising over me. The water is rising. I'm reaching. It's coming. I'm reaching. The water is rising over me. I'm reaching out. I'm reaching. It's coming. The water is rising over me. I'm reaching out. I'm reaching. It's coming. Can we make that happen? I want a big yes, ladies and gentlemen. Come on, can we make that happen? Listen, the 3 magical words before you hand over the garland to her, and you have to go ahead. I want a couple of more lines. I love you. Let's go, ladies and gentlemen. Exchanging the garlands. Let's go, come on! You got married. Let us say a couple of words about your amazing son to the whole world right here. So what would it be? Good evening, friends. I'm very happy that you all made up this evening. Right from very young age up to now, I don't find anything different in me. And whatever he has been in the young age, Let's go. Yeah, now we will give it to. hello. Then I got my sister. I never considered her as a sister. She's always my second mom. She was all from my side throughout my journey. From the time from the early fourth standard to this Very, very happy married life, and we really Let's get the celebration started with the sweetest, ladies and gentlemen. Can we have the cake cutting and music? Let's go! Come on, clap your hands. Hands up. To
ഇത് ടാമറിൻ ട്രീയിലെ ഡേ ആൻഡ് നൈറ്റ് വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കേട്ടോ. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാത്രിയായിരുന്നു കൂടുതൽ ഭംഗി. കാരണം ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിമനോഹരമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫങ്ഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാവരും ഓൾമോസ്റ്റ് സെറ്റിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിലോട്ട് വന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ, ടാമറിൻ ട്രീയിലെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. I don't know if I can find my way out. I'm stuck in a prison of doubt. Nobody is watching at night. Water rising. Need a friend to shake me out again. Need a friend to shake me out again. I don't know if I can find my